ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കെല്ലാവർക്കും ആദം വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി ഗൈസ്. വീഡിയോ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് കടയിൽ ഇച്ചിരി പണിയുണ്ട് ഗൈസ്, ചപ്പാത്തിയുടെ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഗൈസ്, ചപ്പാത്തി ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. ഇനി പറ്റുമെങ്കിൽ പുറത്ത് ബേക്കറിയിൽ പോയി എന്തെങ്കിലും കഴിക്കുന്ന വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് കടയിലേക്ക് പോയിട്ട് കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീടിൻ്റെ അവിടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ വന്നത് പുതിയ വീട്ടിൽ നിന്നാണ് ഗൈസ്. ഓൾറെഡി പുതിയ വീടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്, ചാനലിലിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവർ പോയി കാണണം ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് അവിടം വരെ നടക്കാനുണ്ട്, അങ്ങറ്റം വരെ നടക്കാനുണ്ട് ഗൈസ്. അവിടെ നിന്നൊരു വണ്ടി കയറിയിട്ട് വേണം പോകാൻ. അവിടെ നിന്നൊരു വണ്ടി കയറി നമുക്ക് പോകാം ഗൈസ്. ഓക്കെ, ഇവിടെ ഇത്ര നടക്കാനുള്ളൂ ഗൈസ്. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എത്താറായി. ജസ്റ്റ് ഒരു 3 മിനിറ്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലെത്തും ഗൈസ്. 3 മിനിറ്റ്. അപ്പോൾ ഗൈസ് എത്താറായി ഗൈസ്. ഇതാണ് ഗൈസ് ഹൈവേ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ടൗണിലേക്ക്, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാം ഭാഗത്തേക്ക് പോകാം ഗൈസ്. ഇടത്തോട്ട് പോയാൽ നമുക്ക് റൈറ്റിലേക്ക് പോകണം ഗൈസ്. ഗൈസ്, നമുക്ക് വണ്ടി കാത്ത് അപ്പുറം നിൽക്കണം ഗൈസ്. അങ്ങോട്ടേ പോ ഗൈസ്. ടൗണിലേക്കാണോ? കയറി അപ്പോൾ നമ്മൾ ടൗണിലെത്തി ഗൈസ്. നമുക്ക് കടയിലേക്ക് പോകാം ഗൈസ്. കടക്ക് ഗൈസ്. കടയിലേക്ക് ഇതിൽ ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്. നമുക്ക് ആ ഷോർട്ട് കട്ട് വഴി പോകാം ഗൈസ്. കടയിലേക്ക് ഷോർട്ട് കട്ട്, നമുക്ക് ഷോർട്ട് കട്ട് വഴി പോകാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഈ വഴി കൂടെ പോയാലേ ഗൈസ്, ഈ വഴി കൂടെ പോയാൽ കടയുടെ ബാക്കിലെത്തും ഗൈസ്. അപ്പോൾ കടയിലേക്ക് ഇതിൽ ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്. മറ്റേ വഴി കൂടെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ പോകുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഈ വഴി കൂടെ പോകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഗൈസ് കുഴഞ്ഞോണ്ടിരിക്കണത്. ഗൈസ്, ചപ്പാത്തി മാവ് കുഴഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് കുഴഞ്ഞതിന് ശേഷം മിഷീനിൽ അടിച്ചെടുക്കണം. അതിൽ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അത് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം മിഷീൻ നമ്മൾ ഓൺ ആക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മിഷീൻ്റെ ബാക്ക് സൈഡിൽ പൊടി ചാടുന്നുണ്ട്. ഇതാണത്. ഇതിങ്ങനെ കറങ്ങി പൊടി ചാടുന്നതാണ് താഴെ കൂടെ. അപ്പോൾ ഇതിൻ്റെ ഈ സാധനമില്ലേ, ഇത് ഇവിടെ ഒരു നെറ്റ് ഉണ്ട്. ഇതുണ്ടോ ഈ നെറ്റ് ഉണ്ടോ? ആ നെറ്റ് ഊരി എടുക്കണം ഗൈസ്. ഊരി ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ പൊടിയെല്ലാം താഴെ ചാടും ഗൈസ്. ഈ നെറ്റാണ് ഗൈസ് അത്.
ഈ നെറ്റ് ബാക്കിൽ ഇടുന്നതാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ ഈ ബ്രഷ് എടുക്കണം. ഈ ബ്രഷ് എടുത്തിട്ട് ഇത് കുത്തി കുത്തി ക്ലീൻ ചെയ്യണം ഗൈസ്. അത് കുത്തി കുത്തി ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മിഷീൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം. മിഷീൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഈ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പോൾ ഈ സാധനം കറങ്ങും. എന്നിട്ട് ഇതിങ്ങനെ ക്ലീൻ ചെയ്യണം. കണ്ടോ ഗൈസ്, ഇങ്ങനെ ക്ലീൻ ചെയ്താലാണ് നമുക്ക് ഓരോ ദിവസവും പൊടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീഴുള്ളൂ. അല്ലെങ്കിൽ പൊടി വീഴില്ല ഗൈസ്. ഇപ്പോൾ ബാക്ക് സൈഡിൽ കണ്ടോ പൊടിയില്ലല്ലോ, കണ്ടോ ഫ്രണ്ടിലും പൊടിയില്ല ഗൈസ്. ഇങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്താലാണ് മെഷീനിൽ പൊടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പൊടിയാണ് ഗൈസ് ഇടുന്നത്. ഈ പൊടിയാണ് ഇടുന്നത് ഗൈസ്. ഇത് നമ്മുടെ വീട്ടിലടിക്കുന്ന മോട്ടർ പോലത്തെ മോട്ടറാണ് ഗൈസ്. ഈ മോട്ടർ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യണതാണ് ഗൈസ്. മെഷീൻ പ്രവർത്തിക്കുന്നതാണ്. ഇത് മോട്ടർ, ഇതതിൻ്റെ എൻജിൻ. അപ്പോൾ ഇത് ക്ലീനായി ഗൈസ്. ഫ്രണ്ടിൽ അതേപോലെ ഒരെണ്ണം ഉണ്ട്, പക്ഷേ ഫ്രണ്ടിലത്തെ ഊരി വെച്ചേക്കാണ് ഗൈസ്. ഫ്രണ്ടിലത്തെ ഊരി വെച്ചേക്കാം, ബാക്കിൽ മാത്രമേ ഉള്ളൂ പൊടി ഇടുന്നത്. അപ്പോൾ നമുക്കിനി ചപ്പാത്തി അടിക്കുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ചപ്പാത്തി ഏറെക്കുറെ ഉണ്ടാക്കി കഴിയാറായി ഗൈസ്. അപ്പോൾ ഓൺ ചെയ്യാം. ഏറെക്കുറെ കഴിയാറായി ഗൈസ്. ഇങ്ങനെയാണ് ഗൈസ് ചപ്പാത്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണം ഗൈസ്. ഉണ്ടോ, മാറ്റി കൊടുക്കണം. ഇങ്ങനെ പോകും ഗൈസ്. അപ്പോൾ ഇനി ഇത് ഇത്ര ഉള്ളു ഗൈസ്. ഇതിലേക്ക് മാവിടുക. അതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ചുട്ടിട്ട് ഇത് പാക്ക് ചെയ്ത് കടയിൽ കൊണ്ട് കൊടുക്കണവരെ കാണാം ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ ചപ്പാത്തി ചുട്ട് തീരാറായി ഗൈസ്. ഒരു 10 കൂടെ കാണുള്ളൂ. ഇതിരിക്കുന്നതും പിന്നെ ഇതേ ഇരിക്കുന്നതും കൂടെ ഉള്ളൂ ഗൈസ്. ഇത് 2 മണി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഗൈസ്. എന്നിട്ട് പാക്ക് ചെയ്തിട്ട് കടയിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യുന്നത് കാണാം. ചപ്പാത്തി പാക്ക് ചെയ്യുന്ന രീതിയാണ് ഗൈസ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഇതേപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ ഇടണം ഗൈസ് ആദ്യം. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ബട്ടർ പേപ്പർ ഇങ്ങനെ വിരിക്കണം. എന്നിട്ട് ചപ്പാത്തി മടക്കിക്കും. ചപ്പാത്തി പാക്ക് ചെയ്യണം. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതേപോലെ 50 വീതം വെച്ച് പാക്ക് ചെയ്യണം. ഇത് അടുത്തത് ഇത് പാക്ക് ചെയ്യും. ഇങ്ങനെ പാക്ക് ചെയ്യും ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ചപ്പാത്തി പാക്ക് ചെയ്യുന്നത് ഗൈസ്. ഇനി ഇത് കൊടുക്കാവുന്ന വീഡിയോകൾ കാണിക്കാൻ കഴിയും ഗൈസ്. മിണ്ടല്ലേ, ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. നമ്മളെ അപ്പോൾ ചപ്പാത്തി കൊടുക്കാൻ പോവാണ് ഗൈസ്. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവറിനെ കിട്ടി. സ്ഥിരം മഞ്ഞ ചേട്ടനാണ്. ഇപ്പോൾ 2 വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഹോട്ടലിലെ ഫ്രണ്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി ഗൈസ്. ഇതാണ് ഗൈസ് ഹോട്ടൽ. ഇത് സഫയർ ഹോട്ടലാണ് ഗൈസ്. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോട്ടൽ സഫയർ എന്നും പറഞ്ഞു. ഇതാണ് ഗൈസ് ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ ചപ്പാത്തി കൊടുക്കാൻ വന്നത് ഗൈസ്. അപ്പോൾ ചപ്പാത്തിയുടെ പരിപാടിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.